നമസ്കാരം. എറണാകുളം ബസിലിക്കയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എറണാകുളം നഗരത്തിലെ രണ്ട് അരമനകളുടെയും കത്തോലിക്ക പള്ളികളുടെയും മുന്നിലൂടെ പോകുന്ന റോഡിന്റെ സൈഡിൽ ഏതാനും സ്ത്രീകൾ കൂട്ടായി അവരുടെ ഭർത്താക്കന്മാരും കുട്ടികളും പിന്നെ അവരെ അറിയുകയും ആദരിക്കുകയും ചെയ്യുന്ന ഏതാനും നന്മ നിറഞ്ഞ കുറെ മനുഷ്യരും. ഇവർ ജൂൺ 5 മുതൽ ഈ വഴിയോരത്തിരിക്കുകയാണ്. യഥാർത്ഥ രാപ്പകൽ സഹന സമരം. പകൽ സമയത്തെ കൊടും ചൂടും രാത്രിയിലെ മഞ്ഞും മഴയും കൊച്ചിയിലെ കൊതുകുകടിയും ഏറ്റ് ഇവർ എന്തിന് ഇങ്ങനെ പ്രാർത്ഥനയോടെ സമരം ചെയ്യുന്നു? ഇവരിൽ ചിലരുമായി സംസാരിച്ചതിന്റെ പ്രധാന ഭാഗങ്ങളാണ് ഇത് പറയുന്നത്. എന്താണ് പ്രശ്നം എന്ന ചോദ്യത്തിന് ഇത് ഞങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്, തങ്ങളുടെ പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നില്ല, തങ്ങളെ പള്ളിയുടെ മുറ്റത്തു നിന്നും പോലീസ് അടിച്ചോടിച്ചു എന്ന മറുപടിയാണ് കിട്ടിയത്. ജൂൺ 5 മുതൽ തുടങ്ങിയതാണ് റോഡിൽ നിന്നുള്ള തുടർച്ചയായ ഈ രാപ്പകൽ സമരം. ഈ ബസിലിക്കയുടെ അധികാരികൾ ആരാണെന്ന ചോദ്യത്തിന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ്, അദ്ദേഹത്തിന്റെ വികാരി ജനറൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി എന്നിവരാണ് എന്ന മറുപടി കിട്ടി. അവർ ഈ സമരം അറിഞ്ഞില്ലേ എന്ന ചോദ്യത്തിന് ഉടൻ മറുപടി, അവരാണ് കാരണക്കാർ. മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി വിശദീകരിച്ചു. അവർ ഓടി നടന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സുഖമായി കഴിയുമ്പോൾ നിങ്ങൾ എന്തിന് പള്ളി സംരക്ഷണം നടത്തുന്നു? വിശ്വാസികൾക്ക് മക്കളും കുടുംബവുമുണ്ട്. ഈ പള്ളി തങ്ങളുടെ സ്വന്തമാണ്. മെത്രാന്മാർ മാറിപ്പോകും. അവരെക്കാൾ പള്ളിയും അതിന്റെ വസ്തുക്കളും സംരക്ഷിക്കുവാൻ അതുണ്ടാക്കിയ വിശ്വാസികൾക്ക് ചുമതലകളുണ്ട്. കുർബാനയും കൂതാശകളും നിഷേധിക്കുന്നു എന്ന മറുപടി ലഭിച്ചു. ഇവിടെ വിശുദ്ധ കുർബാന അർപ്പണം ഇല്ലേ എന്ന് ചോദിച്ചു. വർഷങ്ങളായി ഈ പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നില്ല. പുതിയ മേജർ ആർച്ച് ബിഷപ്പോ അദ്ദേഹത്തിന്റെ വികാരി മെത്രാപ്പൊലീത്തയോ അതിന് ആഗ്രഹിക്കുകയോ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു. ഇപ്പോഴത്തെ വികാരി ആരാണ്? തരിയഞ്ഞാളിയത്താണ് വികാരിയുടെ പൂർണ്ണ ചുമതലകളുള്ള അഡ്മിനിസ്ട്രേറ്റർ. അദ്ദേഹം അവിടെ ഉണ്ടോ? ഉണ്ട്. അദ്ദേഹത്തെ പ്രവർത്തിക്കുവാൻ അധികാരികൾ അനുവദിക്കുന്നില്ല. സഭാവിരുദ്ധ ശക്തികൾ, അവരുടെ ഗുണ്ടകൾ പള്ളി പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുകയാണ്. ആരാണ് പ്രശ്നം സൃഷ്ടിക്കുന്നത്? മുൻ വികാരി ഫാദർ വർഗീസ് മണവാളനെ മാസങ്ങൾക്ക് മുമ്പേ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ മാറ്റിയതാണ്. അദ്ദേഹം മാറിയില്ല. എറണാകുളം വിമത വൈദികർ അദ്ദേഹത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കുന്നു. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ്? രോഗിയായ അദ്ദേഹത്തിന് ഉചിതമായ ചികിത്സ ആശുപത്രിയിൽ നൽകേണ്ടതാണ്. അതിന് അദ്ദേഹം ശ്രമിക്കണം. മെത്രാന്മാർ അദ്ദേഹത്തിന്റെ ചികിത്സ ഉറപ്പുവരുത്തണം. സ്പെഷ്യൽ ട്രിബ്യൂണൽ വിധി വന്നല്ലോ. അതെ, ഉടനെ ഫാദർ വർഗീസ് മണവാളിനെ പള്ളിയിൽ നിന്ന് നീക്കം ചെയ്യുവാൻ മാർ ജോസഫ് പാംപ്ലാനി പിതാവിന് ഉത്തരവ് കിട്ടിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. മാർ തട്ടിൽ പിതാവിനും ഇതിന് ചുമതലയുണ്ട്. അവരുടെ മനോഭാവം, കാഴ്ചപ്പാട് എന്താണ്? അതാണ് ദുഃഖം ഇരട്ടിയാക്കുന്നത്. അവരാണ് സംരക്ഷണം ഒരുക്കുന്നത്. അവർ സഭാവിരുദ്ധരെ, വിമത വൈദിക വർഗത്തെ ഭയപ്പെടുന്നു. അതെങ്ങനെ പറയും? അവർ വിരുദ്ധരായ പിതാക്കന്മാരാണല്ലോ. ആയിരിക്കണം. ജൂൺ 5 യഥാർത്ഥ വികാരിയെ മനഃപൂർവ്വം വൈദിക സമ്മേളനത്തിൽ നിന്നും ഇറക്കിവിട്ടു. ആക്ഷേപിച്ചത് ഈ മെത്രാന്മാരായിരുന്നു. എന്ന് മാത്രമല്ല, വിമത രൂപത്തിൽ നിയമവിരുദ്ധമായി കഴിയുന്ന സ്പെഷ്യൽ ട്രിബ്യൂണൽ ഉടനെ പോലീസ് സഹായത്തോടെ മാറ്റുവാൻ പറഞ്ഞ മണവാളൻ അച്ഛനെ യോഗത്തിലിരുത്തി. അത് ബസിലിക്ക വിശ്വാസികളെ അവഹേളിച്ച നടപടിയായിരുന്നു. പോലീസ് നടപടികൾ എന്തൊക്കെയായിരുന്നു? നിയമവിരുദ്ധ വൈദികരെ ഉൾപ്പെടുത്തി നടത്തുന്ന വൈദിക സമ്മേളനത്തെ പ്രതിഷേധിച്ച വിശ്വാസികളെ അറസ്റ്റ് ചെയ്തു. വൈകിട്ട് പള്ളിയുടെ പൂട്ട് പൊളിക്കാൻ കൂട്ടുനിന്നു. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ വിശ്വാസികളെ തല്ലി. മെത്രാന്മാർ മൗനത്തിലോ? അതെ, അവർ വിമതരെ ഭയപ്പെടുന്നു. ഇതിന്റെ കാരണം വ്യക്തമല്ല. പ്രധാന ലക്ഷ്യം നിയമവിരുദ്ധമായി താമസിക്കുകയും പണം പിരിക്കുകയും വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന മണവാളൻ വർഗീസ് എന്ന വ്യക്തിയെ മാറ്റണം. പള്ളിയിൽ മെത്രാന്മാർ സഭ നിർദ്ദേശിക്കുന്ന വിശുദ്ധ കുർബാന അർപ്പിക്കണം. മറ്റാവശ്യങ്ങൾ അത് നിരവധിയുണ്ട്. അതൊക്കെ സിനഡ് ചെയ്യട്ടെ. വിമത വൈദികരെ സഭയിൽ നിന്നും നീക്കം ചെയ്യണം. അവസാന ചോദ്യവും ഉത്തരവും കൂടി കേട്ടോളൂ. സമരം എന്നുവരെ തുടരും. യഥാർത്ഥ വികാരിക്ക് പ്രവർത്തിക്കുവാൻ പൂർണ്ണ സാഹചര്യം ലഭിക്കുന്നത് വരെ ഈ വേദനകൾ സഹിക്കാം. സിനഡ് മെത്രാന്മാർ ഇടപെട്ട് മേജർ ആർച്ച് ബിഷപ്പിന് നിർദ്ദേശങ്ങൾ നൽകുമെന്നും സർക്കാർ നിയമവിരുദ്ധ മുൻ വികാരിയെ മാറ്റുമെന്നും വിശ്വസിക്കുന്നു. അവർക്ക് ഏറെ പറയാനുണ്ട്. അവർക്ക് മനസ്സിൽ ദുഃഖമുണ്ട്. എങ്കിലും വലിയ പ്രത്യാശ അവരിൽ നിറയുകയാണ്. ഈ സഹന സമരം ലോകം ശ്രദ്ധിക്കുന്നു. മെത്രാന്മാരുടെ തലകൾ കുനിയുന്നു. മുറ്റമടിക്കുന്ന ഈ ധീര വനിതകൾ സഭയുടെ മുറ്റത്തെ വൃത്തിയാക്കാനാണ് ശ്രമിക്കുന്നത്. ഇവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. അത് നൽകുന്ന ശക്തി വലുതാണ്. അത് ജപമാലയും വിശുദ്ധ ബൈബിളുമാണ്. മറ്റൊന്നുകൂടി അവരുടെ കയ്യിലുണ്ട്. അത് ലിയോ 14 മാർപ്പാപ്പയുടെ ചിത്രമാണ്. അവരുടെ സഹനം ദൈവത്തിന് വേണ്ടിയാണ്, സഭയ്ക്ക് വേണ്ടിയാണ്, യഥാർത്ഥ വിശ്വാസികൾക്ക് വേണ്ടിയാണ്. അവർക്ക് പിന്തുണ നൽകാം. അവരുടെ സമരത്തെക്കുറിച്ച് സംസാരിക്കാം. അവർക്കായി പ്രാർത്ഥിക്കാം. കഴിയുന്നത് പോലെ അവരെ സന്ദർശിക്കാം. അതെ, ഇനിയും പ്രേക്ഷിത ശുശ്രൂഷ അർപ്പിക്കും.
അതെ, ഇങ്ങനെയും പ്രേക്ഷിത ശുശ്രൂഷ കേരളത്തിൽ കൊച്ചിയിലുണ്ടെന്ന് ലോകം അറിയട്ടെ.